പകർന്നുവോ സ്നേഹം അമ്മയിൽ മാനസം ചേർന്നു എൻ്റെ ജീവിതം ധന്യമായി തീർന്നു. എൻ്റെ ജീവിതം ധന്യമായി തീർന്നു. പ്രേമസ്വരൂപികൾ ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രതീക്ഷകളുടെ സൗന്ദര്യവും പേറിയാണ് ഓരോ പുതുവർഷവും വന്നണയുന്നത്. പോയ വർഷത്തിലെ തെറ്റുകളും അലസതകളും തിരുത്തിക്കുറിച്ച് ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒരു പൊതുജീവിതത്തിന് തുടക്കം കുറിക്കാനുള്ള മുഹൂർത്തമാണ് ഇത്. ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സമൂഹം പിറവിയെടുക്കാൻ ഇടവരട്ടെ എന്ന അമ്മ പ്രാർത്ഥിക്കുന്നു. Spiritual understanding enables us to have more accurate perspective of life. This will help us to retain mental equipoise when faced with both good and bad experiences. ആധ്യാത്മിക കാഴ്ചപ്പാട് വളർന്നാൽ, വികസിച്ചാൽ, ഇത് വെറും ഒരു വളർച്ചയെക്കുറിച്ച് അല്ല അമ്മ പറയുന്നത്. അത് നമ്മുടെ ജീവിതമാകണം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറണം, നമ്മൾ അതായി മാറണം. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അറിവും അഭയവുമായിരിക്കുന്ന ജനനി, ജീവനിൽ അൻപിൻ്റെയും അലിവിൻ്റെയും സാന്ത്വനമേകുന്ന അവിടുത്തെ സവിധത്തിൽ ലോകം ആനന്ദത്തിൻ്റെ പൊരുളത്രേ അറിയുന്നത്. ലോകഹൃദന്തത്തിൽ പ്രേമത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന വിദ്യാദേവത അമ്മയല്ലാതെ മറ്റാരാണ്? അമ്മയുടെ സന്നിധിയിലല്ലാതെ മറ്റെവിടെയാണ് ജന്മങ്ങൾ വിശ്വാസത്തിന്റെ സാക്ഷ്യമാർന്നതായി തീരുക? മക്കളുടെ മനസ്സറിയുവാനും ആ മാനസങ്ങളിലെ ദുഃഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഴമറിയുവാനും അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണാവുക? അപ്രിയസ്യ ച പഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭ. അപ്രിയമായ ഹിതകരമായ വാക്കുകൾ പറയുന്നവരും കേൾക്കുന്നവരും ദുർലഭം തന്നെ എന്നൊരു പ്രസ്താവനയുണ്ട്. സച്ചിദാനന്ദ് അനുസ്യൂതേ നിത്യേ വിഷ്ണു പ്രകൽപ്പിതാഃ വ്യക്തയോ വിവിധ സർവാഃ ഹാടകേ കടകാധിപത് എന്ന്
ആത്മബോധത്തിൽ ശങ്കരാചാര്യർ പ്രകാരം പറയുന്നു. സച്ചിദാനന്ദ് അനുസ്യൂത്തെ, ആ നിരന്തരം അനുസ്യൂതമായ ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിത്യേ വിഷ്ണു പ്രകൽപ്പിതാഹ, ആ പരമവിഷ്ണുവിൽ സച്ചിദാനന്ദ സ്വരൂപനായ അനുസ്യൂതമായ ആ വിഷ്ണുവിൽ പ്രകൽപ്പിതാഹ വ്യക്തയോ വിവിധ സർവ, ഈ കാണുന്ന എല്ലാ നാമരൂപങ്ങളും ആ പരമമായ ആ വിഷ്ണുവിൽ, ആ സച്ചിദാനന്ദ സ്വരൂപനായ അനുസ്യൂതനായ ആ വിഷ്ണുവിൽ നമ്മൾ ഈ നാമരൂപങ്ങളെല്ലാം ആരോപിച്ചിരിക്കുകയാണ്. God in every single face that you come across. Wherever we end up in life, that is where we're supposed to be. You know, even just birth. Our birth was caused by all of the actions that we experienced in the past, all our desires in the past. Somehow you have to have faith that this higher power is perfectly bringing us to the right place, wherever we should be. There's no mistakes in life. ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള തത്വദർശനങ്ങൾ മുഴുവനും ലക്ഷ്യമാക്കുന്നത് ദുഃഖശാന്തിയാണ്. ഈ തത്വം അതിപ്രാചീന കാലത്ത് തന്നെ നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിരുന്നു. ശ്വേതാശ്വേതരോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്. യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാ തഥാ ദേവമവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന സമഷ്ടി ചൈതന്യമാണ് ഈശ്വരൻ. നമ്മിൽ ഓരോരുത്തരിലും ആ ചൈതന്യം കുടികൊള്ളുന്നു. ഏകാഗ്രമായ അനുഷ്ഠാനങ്ങളിലൂടെ, സത്കർമ്മങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ ആ ശക്തിവിശേഷത്തെ ഉണർത്തിയെടുത്താൽ മനുഷ്യന് അനശ്വരതയെ പ്രാപിക്കാൻ സാധിക്കും. ആ ശക്തിവിശേഷത്തെ ശാസ്ത്രജ്ഞന്മാർ എനർജി എന്നും വേദാന്തികൾ ശുദ്ധബോധമെന്നും ഭക്തൻ ഈശ്വരനെന്നും പറയുന്നു. നമ്മുടെ ഉള്ളിലെ ആ ദിവ്യ ചൈതന്യത്തിനെ ഉണർത്താനാണ് അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കൾ നമ്മുടെ ഇടയിൽ ആവിർഭവിക്കുന്നത്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഏത് രീതിയിൽ ജനിച്ചാലാണ് ജനന മരണങ്ങളിൽ നിന്ന് വിമുക്തി നേടുക എന്ന് ചിന്തിച്ച് അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ ജനന മരണങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ. ആദ്യക്ഷരം നാശരഹിതമായ പരമാത്മാവ്. അക്ഷരം എന്നുള്ള ശബ്ദത്തിന് നാശരഹിതം എന്നാണ് അർത്ഥം. നാശരഹിതമായിട്ടുള്ളത് പരമാത്മാവ് മാത്രമാണ്. ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സന്ധ്യാ